സംസ്ഥാനത്ത് സൂര്യാഘാത മുന്നറിയിപ്പ് തുടരുന്നു. ഇന്നും താപനില 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ കൊടും ചൂടും സൂര്യാഘാതവും നേരിടുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ ചർച്ച ചെയ്യാൻ സർക്കാർ ഉന്നതതല യോഗം വിളിച്ചു. വൈകുന്നേരം 3 മണിക്കാണ് യോഗം. സൂര്യാഘാതത്തിൽ മരണമടയുന്നവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള മാനദണ്ഡം പരിശോധിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ചേരുന്നു. ഉമേഷ്, ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. സർക്കാർ ഈ വിഷയത്തിൽ കൈക്കൊള്ളാതിരിക്കുന്ന നടപടികൾ, ആശ്വാസമായി എടുക്കാതിരിക്കുന്ന നടപടികൾ എന്താണ്? ഒപ്പം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതുപ്രകാരം കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, കോട്ടയം എന്നീ ജില്ലകളിലാണ് ഇന്നും നാളെയും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക. ഈ ജില്ലകളിൽ സാധാരണ അനുഭവപ്പെടുന്ന ഏറ്റവും കൂടിയ താപനിലയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ജില്ലകളിൽ ഇന്നും നാളെയും ചൂട് കൂടുതലായി അനുഭവപ്പെടും. കൂടാതെ തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ അവിടെ സാധാരണ താപനിലയേക്കാൾ, അതായത് നോർമൽ ടെമ്പറേച്ചറിനേക്കാൾ 3 ഡിഗ്രി വരെ കൂടാനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ഈ സ്ഥലങ്ങളിൽ, അതായത് ഇടുക്കിയും വയനാടും ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ചൂട് ഇന്നും നാളെയും കൂടി തന്നെ ഉണ്ടാകും. ഈ സാഹചര്യങ്ങളെല്ലാം മറികടക്കാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായി കേരളത്തിൻ്റെ താപനില കൂടിയ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂര്യാഘാതത്തെ തുടർന്ന് 4 പേരുടെ മരണം സംഭവിച്ചു എന്നുള്ള സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ധനസഹായം അടക്കം നൽകുന്നതിനുള്ള മാനദണ്ഡം തയ്യാറാക്കാൻ ഇപ്പോൾ മന്ത്രിസഭാ യോഗം ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി നിരവധി കടമ്പകളുണ്ട്. ആദ്യം ഈ 4 പേർ മരിച്ചത് സൂര്യാഘാതത്തെ തുടർന്നാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന് ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൂടി അനുമതിയോടുകൂടി മാത്രമേ ധനസഹായം പ്രഖ്യാപിക്കാനാകൂ. ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കാനാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതതല യോഗം ഉച്ചയ്ക്ക് 3 മണിക്ക് നടക്കും. ഇതുകൂടാതെ ഉച്ചയ്ക്ക് 1:30 ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചൂടും അത് തുടർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകാനായിരിക്കും ഈ കൂടിക്കാഴ്ച. ഈ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് വരൾച്ചയുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ചുമതല നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ഏകോപന ചുമതല അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും നൽകിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർമാർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പൂർണ്ണ ചുമതല, അടിയന്തരമായി എന്ത് നടപടികൾ സ്വീകരിക്കണമെങ്കിലും സ്വീകരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സൂര്യാഘാത മുന്നറിയിപ്പുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഏത് സമയത്തും അവർ കഴിഞ്ഞ 2 ആഴ്ചയായി പുറപ്പെടുവിക്കുന്ന സൂര്യാഘാത മുന്നറിയിപ്പ് അത് ഇന്നും നാളെയും അതുപോലെ തുടരും. ഇന്നും നാളെയും സംസ്ഥാനത്ത് ചൂട് കൂടി തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പ്. രഞ്ജിത്ത്, ഡാനി പോളും ചേരുന്നു. ഡാനി, കൊച്ചിയിലും ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഒപ്പം മധ്യകേരളത്തിലെ പല ജില്ലകളിലും ചൂട് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ 2-3 ദിവസമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതിന് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയോ ജനങ്ങൾ? നേരത്തെ അന്യസംസ്ഥാന തൊഴിലാളികളെ അടക്കം വെയിൽ സമയത്ത് ജോലി ചെയ്യിക്കുന്നതൊക്കെ ലംഘിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, മുന്നറിയിപ്പ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നൽകുന്നതുകൊണ്ട് അതുകൊണ്ടുള്ളൊരു ജാഗ്രത, പ്രത്യേകിച്ച് പലയിടങ്ങളിലും സൂര്യാഘാതം ഏൽക്കുന്നു. എറണാകുളം ജില്ലയിൽ മാത്രം ഇന്നലെ 12 പേർക്ക് സൂര്യാഘാതമേറ്റു. അതുകൊണ്ട് തന്നെ പൊതുവിൽ ഇത്തരം സംസ്ഥാനം ഒരു പരിചിതമല്ലാത്ത ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നതിൻ്റെ ഒരു ജാഗ്രത ജില്ലാ ഭരണകൂടം അടക്കമുള്ള കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട്. ഇത് ജനങ്ങൾ സ്വീകരിക്കുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ രാവിലെ 11 മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ പലയിടത്തും തന്നെ പുറമേ നിന്ന് ജോലി ചെയ്യുന്ന അവരാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത്. ഇങ്ങനെയുള്ള ജോലികളെല്ലാം തന്നെ, നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കുറച്ച് വെച്ചുകൊണ്ട് അത് ആ സമയക്രമീകരണം നടത്തിയിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ, മധ്യ കേരളത്തിൽ പറയുകയാണെങ്കിൽ കോട്ടയം, ഇടുക്കി ഉൾപ്പെടെയുള്ള എല്ലായിടങ്ങളിലും തന്നെ പൊതുവിൽ ഇത്തരമൊരു ജാഗ്രതാ സന്ദേശം എത്തുന്നുണ്ട്. എറണാകുളം ജില്ലയെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ ഇന്നലെ 12 പേർക്ക് പൊള്ളലേറ്റു. അതുമാത്രവുമല്ല, ഇന്നലെ കെടാമംഗലത്ത് തൊണ്ടിപുരയിൽ വേണു എന്നൊരാൾ മത്സ്യത്തൊഴിലാളിയാണ്. അദ്ദേഹം പകൽ സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ബോധം കെട്ട് വീണുകയുണ്ടായി. ഇത് സൂര്യാഘാതം മൂലം സംഭവിച്ച മരണമാണോ എന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം മാത്രമാണ് അദ്ദേഹത്തിന് ഇത് സൂര്യാഘാതം മൂലമുള്ള മരണമാണോ സ്ഥിരീകരിക്കാൻ കഴിയുക. കഴിഞ്ഞ ദിവസങ്ങളിൽ കാലടിയിൽ ഒരു സ്ത്രീ സൂര്യാഘാതമേറ്റ് മരിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു. അങ്ങനെ
എറണാകുളം ജില്ലയിൽ പൊതുവെയും ഈ സൂര്യാഘാതത്തിൻ്റെ ഒരു നേരിട്ട് അനുഭവപ്പെടുന്ന ഒരു മേഖലയായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ചെല്ലാനത്ത് ഇന്നലെ 2 വിദ്യാർത്ഥികൾക്ക് പൊള്ളലേറ്റും. എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു അടിയന്തരമായൊരു ജാഗ്രതാ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും അത്തരം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മേഖല എറണാകുളം ജില്ല കൊച്ചി കേന്ദ്രീകരിച്ചുള്ളതാണ്. ഇവിടങ്ങളിൽ അന്യസംസ്ഥാന ജോലി ചെയ്യുന്നവർക്ക് ആണ് കൂടുതലായും തന്നെ ഈ പുറം ജോലി കരാർ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഇതെല്ലാം തന്നെ ഇതിൻ്റെയെല്ലാം സമയക്രമീകരണങ്ങളിൽ ഒരു മാറ്റം വളരെ അടിയന്തരമായി തന്നെ വരുന്നുണ്ട്. ഇന്നലെ എറണാകുളം ജില്ലയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 36.1 അത് ഒരു 2% മുതൽ 3% വരെ ഇനി ഉയർന്നേക്കാവുന്ന ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ ജില്ലാ ഭരണകൂടം അടക്കം നിരീക്ഷിക്കുന്നത്. രഞ്ജിത്ത്, ഡാനി പോളും ഒപ്പം ഉമേഷുമാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, ഉമേഷ്, വലിയ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണല്ലോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം നൽകിയിരിക്കുന്നത്. ഒപ്പം ഇത്തരം നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ട്, മുൻകരുതലുകൾ പാലിക്കുന്നുണ്ട് തൊഴിൽ സ്ഥാപനങ്ങളടക്കം. ഈ അന്യസംസ്ഥാന തൊഴിലാളികളെയൊക്കെ ഒപ്പം മറ്റ് തൊഴിലാളികളെയൊക്കെ ജോലി ചെയ്യിക്കുന്ന സാഹചര്യങ്ങളടക്കം ലംഘിക്കുന്നു നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് കൃത്യമായി പാലിക്കുന്നതിന് എന്ത് നിർദ്ദേശമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? ഒപ്പം യോഗത്തിൽ വൈകിട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ ചർച്ചയാവുക പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളായിരിക്കും? പ്രധാനമായി ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നഷ്ടപരിഹാരം അടക്കം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതുമാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുക. പക്ഷേ ഇപ്പോഴും, അതായത് ഈ മാസം തുടക്കത്തിൽ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി പകൽ സമയങ്ങളിലെ പുറം ജോലികൾ നിരോധിക്കണമെന്ന് തൊഴിൽ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കുകയും ചെയ്തു. പക്ഷേ ആ ഉത്തരവ് ഇപ്പോഴും പാലിക്കപ്പെടുന്നില്ല. ഉത്തരവ് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് തൊഴിൽ വകുപ്പാണ്. തൊഴിൽ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ വകുപ്പിൻ്റെ വിശദീകരണം, ആരെങ്കിലും പരാതി പറഞ്ഞാൽ തൊഴിൽ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിശോധിക്കും എന്നുള്ളത് മാത്രമാണ്. അവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കും എന്നുള്ളത് മാത്രമാണ്. കൂടാതെ സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ക്വാഡുകൾ പല സ്ഥലങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട് എന്നും തൊഴിൽ വകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ള കാഴ്ച ഒരു പക്ഷേ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ ഏറ്റവും പിന്നിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. ഇപ്പോൾ 11 മണി കഴിഞ്ഞു. 11 മണി കഴിഞ്ഞ് നമ്മുടെ തൊട്ടുപിറകിൽ ഇപ്പോഴും ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ പുറം ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിന് കഴിഞ്ഞ 2 ആഴ്ചയായി ഇത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നതും. ഈ വെയിലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ഈ ജോലി ഏകദേശം 1 മണി വരെ പോയി ഉച്ചയ്ക്ക് ബ്രേക്ക് കഴിഞ്ഞ ശേഷം വീണ്ടും 2 മണിക്ക് തന്നെ ഇവർ ഇതേ രീതിയിൽ ഇതേ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ഒരു കാഴ്ച കാണാനുമുണ്ട്. ഇതിന് കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ പലതവണ കൊടുത്തിട്ടും ഇത് പൊതുമരാമത്ത് ജോലികളാണ്. പൊതുമരാമത്ത് ജോലികൾ പോലും കോൺട്രാക്ട് എടുത്തവർ പോലും ഈ ജോലികൾക്ക് നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളോ കണ്ടു എന്ന് പോലും നടിക്കാതെ ജോലികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് സംസ്ഥാനത്ത് ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതേ രീതി തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും പലയിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതേ രീതിയിൽ തന്നെ തുടർന്നു പോകുന്നു. ആ സമയം 11 മണി മുതൽ 3 മണി വരെ എന്നുള്ള ഒരു സമയം അത് ക്രമീകരിച്ച് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിൻ്റെ അത്തരമൊരു സാഹചര്യം അത് എത്രത്തോളം ഒരു പക്ഷേ അതിൻ്റെ ഒരു തീവ്രത ഈ കോൺട്രാക്ടർമാർക്കോ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർക്കോ മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം ഈ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജോലികൾ നടക്കുന്നത്. 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജൂൺ ആയി കഴിഞ്ഞാൽ മഴ തുടങ്ങി കഴിഞ്ഞാൽ ഇത്തരം പുറം ജോലികളൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനു മുമ്പ് എടുത്ത കോൺട്രാക്ട് ജോലികളെല്ലാം തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് ജോലികൾ തുടരുന്ന കാഴ്ച അതിപ്പോഴും. ഉമേഷ് ബാലകൃഷ്ണനും ഡാനി പോളുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്നു, വരൾച്ച ശക്തമാകുന്നു. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ട സമയമാണ് ഇത്. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. പ്രധാനപ്പെട്ട യോഗം ഉച്ചയ്ക്ക് ശേഷം ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്തിരിക്കുന്നു.